നിന്നും ജനവിധി നേടുന്ന ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയതാണ്. ഞാനും ബിജോഷുമാണ് ഉള്ളത്. നമ്മൾ സത്യം പറഞ്ഞാൽ കരിമീനുള്ളൊരു സ്പോട്ടിൽ വന്നതാണ്, പക്ഷേ കരിമീനൊന്നും കാണാൻ പറ്റിയില്ല. അതാണ് ഞങ്ങൾ വാഹ അടിക്കാൻ വേണ്ടി നമ്മുടെ മീനച്ചിലാറിൻ്റെ ഒരു സൈഡിൽ തന്നെ പോയി നിൽക്കാനുള്ളൊരു പ്ലാനാണ്. ഇപ്പോൾ ഫസ്റ്റ് ഷൂട്ടിങ് വരുന്നത് സംസാരം, ഞാൻ എക്സ്ട്രാ ഓഡിയോ കയറ്റുന്നില്ല. നമ്മൾ ഫസ്റ്റ് ഷൂട്ട് തന്നെ വാഹ ചാടുന്നത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ഡബിൾ റബ്ബറിൽ റെഡ് ഡാർട്ടാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. എല്ലാം കാണാം. നോർമൽ ഡാർട്ടയിലും ഹാൻഡ് മെയ്ഡ് ഡാർട്ടയിലും വാഹനം പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഷൂട്ടിലേക്ക് കിടക്കാം. ഓക്കെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടുന്ന മണ്ഡല പരിപാടി ഭാഗമായി നാളെ വൈകുന്നേരം 3:30 നിങ്ങളെ ഓരോരുത്തരെയും നേരിൽ കണ്ടോട്ടാ കണ്ടപ്പോ അടിച്ചോണേ. അത് നമുക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ട് നിൽക്കുന്നതായിരിക്കും ചിലപ്പോ. നീ വന്നവരടി കൊടുത്തേ. രാവിലെ വന്നതിൻ്റെ ആണെന്ന് നടത്തില്ല. നമ്മളീ നിൽക്കുന്ന ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ വാഹയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഷൂട്ട് നമ്മളിപ്പം അടിച്ച് കയറി കഴിഞ്ഞ് പിന്നെ ആ ഒരു ഓളം ഒക്കെ വന്നതിൻ്റെ അവൻ്റെ ആ പ്രകടനത്തിൻ്റെയാണ് കുറച്ച് വാഹ അങ്ങ് മാറിപ്പോയി. അല്ലായിരുന്ന കുറച്ച് വാഹം കൂടെ കയറിയാൻ പോയെന്ന് അടിച്ചോ. ആടെ നിൽക്കുന്നു. ഇത് നീ ആ ചൂട് അതിൻ്റെ ആടെ താഴെ നിൽപ്പുണ്ട്. നീ അടിച്ചോ വേണേ. അത് ബ്രൈഡ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നം അതാ. തലക്കത് അടിച്ച് കയറി ചോദിക്കും പൊട്ട്. നീ എടുത്തോ. ഓക്കെ, തല അടിച്ച് പൊളന്നു. വാ എടുത്ത് തല പൊള്ളുന്നു. അത് കറക്റ്റ് തലക്കെട്ടായിരുന്നു അടി. പക്ഷേ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെകിളയുടെ ഇടയ്ക്കൂടെ കയറി അങ്ങ് പോയി. ഞാനത്തെ ശരിക്കും തല അടിച്ച് കയറിയെന്ന് വെച്ചിരുന്നു, പക്ഷേ ചെകിളയുടെ ഇടയ്ക്കൂടെ ആയിപ്പോയി. ഞാൻ ഓർത്തില്ല തലയായിട്ടും. ഓക്കെ ഓക്കെ, അത് നീ വലിച്ചെടുത്തു. ഓക്കെ, കരയ്ക്ക് കയറ്റുമ്പോൾ അറിയാം. റെഡ് ആർട്ടാണെങ്കിലും അടിച്ച് കയറിയായിരുന്നു കേട്ടോ. തലയുടെ സൈഡ് വഴി പോകുന്നു. അതെ, ഡാക്ടർ ഇവിടെ നിൽക്കുന്ന കാര്യം പറഞ്ഞ് കുട്ടി എടുക്കാം. എടാ ഇവിടെയാണ് സാധനം നിൽക്കുന്നത്. ഉണ്ടോ? ഇതാ സാധനം നിൽക്കുന്നത്. ഇത് പുറകോട്ട് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാം. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരി തരാം. കണ്ടോ? ഓക്കെ, ഞാനും ബിജോഷും കൂടെ ഒരു പാലത്തെ ഇങ്ങനെ വാഹനം നോക്കി നിൽക്കുവാണ്. ബിജോഷ് അപ്പുറത്തെ സൈഡിൽ, ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ്. ഇപ്പോൾ ബിജോഷിൽ വാഹനം ഷൂട്ട് ചെയ്ത് വിളിക്കുകയാണ്. അടിക്കണം വേണ്ടല്ലോ. വലുതാണോ? ഞാൻ അടിക്കണ്ടല്ലോ. നോക്കൊന്ന് പൊക്കിയെടുത്തു. അവിടെ പാലത്തിൻ്റെ ഇടയ്ക്കാറ്റല്ലേ ലോഡ് കൊടുത്തോ. പാലത്തിൻ്റെ ഇടയ്ക്കാറ്റില്ല, ശ്രദ്ധിച്ചോണം. പൊങ്ങിയോ? ഇതിന് ഇത്ര എന്താ വലിച്ചോണ്ട് പോയോ? അതാണോ? അതിനെ അടിച്ച് പൊക്കി ഇങ്ങ് എടുത്തോ.
പുറത്താണ്. നല്ല ആൾത്തിരക്കുള്ള ഒരു ഏരിയ ആയിരുന്നു നമ്മൾ ഈ ഒരു ഷൂട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. എന്നുവെച്ചാൽ ആൾക്കാർ കൂടും, പിന്നെ അവിടെ നിൽക്കുന്നവർക്കും മൊത്തം പ്രശ്നമാകും, വണ്ടി യാത്രക്കാർക്കും. അത് കാരണം നമ്മൾ അവിടെ നിന്ന് അടുത്ത ഏരിയയിലേക്ക് പോരുകയാണ് ചെയ്യുക. അതെ ഞാൻ ഉദ്ദേശിച്ചത്. ബസ്സിന്റെ ഫ്രണ്ടിലോട്ടോ. അത് കൊള്ളാം. ഇത് ഞാൻ പിടിച്ച സൈസ് തന്നെ ഇല്ലടാ. ഇത് ചെറുതാ അതിനൊക്കെ. അതൊന്ന് ചവിട്ടിക്കടാ. പിടിച്ചോണേ. അതെ അല്ലേ, നീ കൊണ്ട് ഇട്ടേക്കോ? ഇടാം. വരാല. ഈ ഷൂട്ടും മാഹ തന്നെയാണ്. സിംഗിൾ റബ്ബറിൽ ഹാൻഡ് മെയ്ഡ് ആർട്ട് എക്സ്ട്രാ നമ്മൾ ലോക്ക് വെച്ച ഒരു ഷൂട്ടാട്ടോ. നമുക്ക് കാണാം. ആ പോട്ടെ, ആണ്ടോ വരുന്ന പറഞ്ഞ കൊണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഭാഗം കയറിയിരിക്കുകയാണ്. ടൈറ്റാക്കടോ. വലിക്കുന്നു പതുക്കെ വരട്ടെ, വലിച്ചെടുക്കണ്ട. അവൻ്റെ ഉടക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒന്നുമില്ല, അതല്ല പറഞ്ഞ അമ്പിൻ്റെ. പതുക്കെ വരട്ടെ. 5 മിനിറ്റ് വിട്ടാക്കടോ. അവൻ വെള്ളത്തിൽ നിന്ന് മടുത്തോളൂ. നമ്മളെ ഈ ചുമ്മാ കിടന്ന് വലിക്കുമ്പോൾ മേളിൽ വന്ന് ഏറെ എടുത്തിട്ട് പിന്നെയും വെയിറ്റ് ചെയ്യും. അന്നേരം രാത്രിൻ്റെ ഗുണം കണ്ടോ? ഗുണം താഴെ ചെന്ന് വരുമായിരുന്നു. ഒരു കിലോ താഴെ കാണുള്ളൂ. വലുതാണോ? നായ ഓട്ടം ഓടിയാലേ. ഒരടി കൊടുത്തോട്ടോ. കാണത്തില്ല. ഒരു കിലോ ഉണ്ടോ? ലോക്ക് കയറിയില്ലടോ. ലോക്ക് കയറിയില്ല, ഒഴി കയറി അപ്പുറം നിൽക്കും. ലോക്ക് കയറിയില്ലേ? ഉയ്യോ, പൊഴി ലോക്ക കേട്ടോ. എൻ്റെ ഇത് ആ സൈഡ് കീറിപ്പോന്നു കേട്ടോ. എനിക്ക് വന്ന് കയറി അപ്പുറം പോയെന്ന് എനിക്ക് ആ പോയി കാണും. അല്ല ഇതുകൊണ്ട് ഇത് എടാ ഇത് തകർത്തോണ്ട് അങ്ങ് വലിച്ചെടുത്താ. അതാ പറഞ്ഞ. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഭാഗ്യമുണ്ട്. ആദ്യത്തെ വാഹ ഇവിടെ ഹാൻഡ് മെയ്ഡ് ആർട്ടാ കേട്ടോ. ഹാൻഡ് മെയ്ഡ്. ഓ ഇവിടെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ലൊക്കേഷൻ വെച്ചൊക്കെ കയറി വരുന്നതാണ്. നമ്മൾ ചുമ്മാ ജസ്റ്റ് ആ ആറിൻ്റെ സൈഡിലേക്ക് എല്ലാം വിജോഷ് കരിമീനെ കണ്ടിട്ട് ഷൂട്ട് ചെയ്യുവേ. കിട്ടിയോ? അതിൻ്റെ അടുത്ത് വരുന്ന അതിൻ്റെ അടി കൂടെ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ കരിമീൻ ഷൂട്ടും കൂടെ ഉള്ളൂ. അതുപോലെ തന്നെ ഞാനെല്ലാം എൻ്റെ ക്യാമറയും സ്ലിംഗ് ഷോട്ടും എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞ് ഈ ചെകള് അനക്കിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മുടെ ബിജോഷ് തെറ്റിപ്പിടിച്ചോട്ടെ. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. നല്ല ഫൈറ്റ് ഞങ്ങൾ രണ്ടുപേരും അടിച്ചാൽ കയറ്റിയത് കാര്യം പറഞ്ഞാൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.